അക്കാദമിയുടെ 93 വർഷത്തെ റെക്കോർഡ് തകർത്ത് ആദ്യമായി ഒരു വനിതാ ഓഫീസർ പരിശീലനം പൂർത്തിയാക്കി. 23-കാരിയായ സായി ജാദവാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. 1932-ൽ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ആരംഭിച്ച് ആദ്യമായാണ് ഒരു വനിത പരിശീലനം നേടുന്നത്. അക്കാദമിയിൽ 67,000-ലധികം കേഡറ്റുകൾ പാസ്സായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അവരിൽ ഒരാൾ പോലും വനിതകളായിരുന്നില്ല. പട്ടാള കുടുംബത്തിലെ ഇളമുറക്കാരിയായ സായിയുടെ പേര് ആ ചരിത്രത്തെ മാറ്റിമറിക്കുന്നു. ജാദവ് കുടുംബത്തിൽ നിന്ന് രാജ്യത്തിനായി സേവനമനുഷ്ഠിക്കുന്ന 4ാമത്തെ തലമുറയാണ് സായി. സായിയുടെ മുതുമുത്തച്ഛൻ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. മുത്തച്ഛൻ ഭാരത സൈന്യത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. അച്ഛൻ സന്ദീപ് ജാദവ് ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നു. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റായിട്ടാണ് സായി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. IMAയിൽ നിന്ന് ഈ സേനയിൽ ചേരുന്ന ആദ്യ വനിതാ ഓഫീസറായി. ഇതോടെ തലമുറകളോളം പെൺകുട്ടികളെ പ്രചോദിപ്പിക്കുന്ന മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരി. കൂടാതെ രാജ്യത്തിനും ഇന്ത്യൻ സൈന്യത്തിനും അഭിമാനവും. ഇന്ന് സ്ത്രീകൾ ടെറിട്ടോറിയൽ ആർമിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ IMA വഴി ഒരു സ്ത്രീയും അതിൽ എത്തിയിട്ടില്ല. അതാണ് സായിയുടെ നേട്ടത്തെ വേറിട്ട് നിർത്തുന്നത്. ബിരുദത്തിന് ശേഷം സർവീസ് സെലക്ഷൻ ബോർഡ് പരീക്ഷ വിജയിച്ച് സ്പെഷ്യൽ പെർമിഷനിലാണ് സായി സൈനിക പരിശീലനത്തിനായി എത്തിയത്. തുടർന്ന് IMAയിൽ 6 മാസത്തെ കഠിന പരിശീലനം. പുരുഷ കേഡറ്റുകൾക്കൊപ്പമായിരുന്നു സായി പരിശീലനം നേടിയത്. പാസിംഗ് ഔട്ട് പരേഡിൽ വെച്ച് സായിയുടെ തോളിൽ മാതാപിതാക്കൾ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചതും ശ്രദ്ധേയമായിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടി. 2026 ജൂണിൽ ചെക്ക്പോർട്ട് കെട്ടിടത്തിന് മുന്നിൽ നടക്കുന്ന പരേഡിൽ സായി പങ്കെടുക്കും. അതേസമയം നിലവിൽ 8 വനിതാ ഓഫീസർ കേഡറ്റുകളാണ് ഇന്ത്യൻ ആർമിയിൽ പരിശീലനം നേടുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 2022-ലെ ഇൻടേക്കിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബാച്ചാണിവർ.